കേരള സർവകലാശാല വിസി ഡോക്ടർ സിസ തോമസിന്റെ റിപ്പോർട്ടിന്മേൽ ചാൻസലർ കൂടിയായ ഗവർണർ ഇന്ന് തുടർ നടപടി സ്വീകരിക്കും. ചാൻസലറുടെ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലറായിരിക്കും നടപടിയെടുക്കുക. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുക, കോടതിയെ സമീപിക്കുക, സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടുക എന്നീ വിഷയങ്ങളിൽ ചാൻസലർ നിയമോപദേശം തേടി. അതേസമയം രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ സർവകലാശാലയിലെത്തി. വിവരങ്ങളുമായി എസ് ഷീജ ചേരുകയാണ്. ഷീജ, ഇന്ന് കേരളം കാത്തിരിക്കുന്നത് ചാൻസലർ കൂടിയായ ഗവർണർ എന്ത് നടപടിയാകും കൈക്കൊള്ളുക എന്നതിനെ സംബന്ധിച്ചാണ്. നിലവിൽ തന്നെ അല്പം മുമ്പാണ് മന്ത്രി ആർ ബിന്ദു കോട്ടയത്ത് പറഞ്ഞത് സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാൻ ചാൻസലർക്ക് അധികാരമില്ല. നേരത്തെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റ തിരിച്ചടി തന്നെ വലിയൊരു സൂചന ചാൻസലർക്ക് നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള അന്യായ നടപടികളുമായി മുന്നോട്ട് പോകരുത് എന്ന് തന്നെയാണ് സിൻഡിക്കേറ്റും മന്ത്രി ആർ ബിന്ദുവും പറയുകയും ചെയ്യുന്നത്. എന്താണ് സർവകലാശാലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? തീർച്ചയായും സിജു, ഏതായാലും ഇതിൽ എന്ത് നടപടിയാകും ചാൻസലർ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമാകുന്നത്. ഈ മൂന്ന് വിഷയങ്ങൾ, മൂന്ന് സാധ്യതകളാണ് മുന്നിലുള്ളത്. ഒന്ന്, രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് പിരിച്ചുവിടുക, മറ്റൊന്ന് നിയമപരമായ രീതിയിൽ മുന്നോട്ട് നീങ്ങുക. ഇതിൻ്റെ മൂന്നിൻ്റെ നിയമവശങ്ങൾ, നിയമപരിശോധന ഒക്കെ ചാൻസലർ ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം നിലവിലുള്ള വിസി ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസിന് നൽകുന്നതായിരിക്കും. സിസ തോമസ് ആയിരിക്കും ഈ വിഷയത്തിൽ നടപടി കൈക്കൊള്ളുക. ഏതായാലും എന്ത് നടപടിയാകും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് സിൻഡിക്കേറ്റും ഉറ്റുനോക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് സിൻഡിക്കേറ്റും നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടുക എന്ന് പറയുന്ന സാധ്യത അത് ചാൻസലറുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യമല്ല എന്നുള്ള കാര്യമാണ് ഇതിൽ അതായത് മന്ത്രി ആർ ബിന്ദു അടക്കം പ്രതികരിച്ചത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ അത്തരത്തിലൊരു നിയമോപദേശവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ചാൻസലർക്കും ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു വിശദീകരണം പോലും തേടാതെ ഒരു സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാൻ വേണ്ടി സാധിക്കുകയില്ല. മറ്റൊരു മാർഗം മുന്നിലുള്ളത് നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോകുക. അതിന് വി സിക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള സാധ്യത അതുകൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്ത് തീരുമാനമാകും ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി ഇവിടെ കണ്ടറിയേണ്ടത്. കാരണം സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് തന്നെ വ്യക്തമാക്കുന്നത് ഒരു തരത്തിലും സ്റ്റാറ്റ്യൂട്ടോ ചട്ടമോ വിട്ടുള്ളൊരു പ്രവർത്തനം സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം കോടതി പോലും അംഗീകരിച്ച ഒരു സാഹചര്യമാണ്. രജിസ്ട്രാറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി പോലും അംഗീകരിച്ച കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് വി സിക്കോ അല്ലെങ്കിൽ ചാൻസലർക്കോ ഈ വിഷയത്തിൽ നിയമപരമല്ലാത്ത രീതിയിൽ ഇടപെടാൻ സാധിക്കുക എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ കർശനമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ സിൻഡിക്കേറ്റും തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും നിർണായകമായിട്ടുള്ള തീരുമാനം എന്താകും എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഇതിനിടയിലാണ് ഏതായാലും പ്രതിഷേധങ്ങൾക്കും ഇന്ന് കേരള സർവകലാശാല സാക്ഷ്യം വഹിക്കും. കാരണം വി സിയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരായിട്ടുള്ള നടപടിയുടെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി SFI കേരള സർവകലാശാലയിലേക്ക് പ്രതിഷേധ മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. 12 മണിയോടുകൂടി ആ പ്രതിഷേധ മാർച്ച് ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ ഏതായാലും സർവകലാശാലയുടെ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ അദ്ദേഹം രാവിലെ തന്നെ ഇവിടെ എത്തുകയും അദ്ദേഹം രജിസ്ട്രാറുടേതായിട്ടുള്ള ജോലികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. ശരി ഷീജ, ഏതായാലും നേരത്തെ ഷീജ പറഞ്ഞതുപോലെ തന്നെ 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഈ നടപടി എടുക്കുക എന്ന് പറയുന്നത്. ഒന്നുകിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുക, കോടതിയെ സമീപിക്കുക, അല്ലെങ്കിൽ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടുക. ഈ 3 കാര്യങ്ങളിലും താല്പര്യമുണ്ട് വി സിക്കും ചാൻസലർ കൂടിയായ ഗവർണർക്കും. കാരണം ചാൻസലർ കൂടി തിരിച്ചടി കിട്ടിയ ഒരു ഇടപെടലാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നിലവിൽ കേരള സർവകലാശാലയുടെ ചട്ടങ്ങൾ അനുസരിച്ച് തന്നെ നിയമനാധികാരി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റാണ്. രജിസ്ട്രാർ പോലുള്ള ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടണമെങ്കിൽ സിൻഡിക്കേറ്റ് തന്നെ തീരുമാനമെടുക്കണം. അഥവാ സിൻഡിക്കേറ്റ് ഏതെങ്കിലും സാഹചര്യത്തിൽ കൂടാത്ത സമയത്ത് വി സി തീരുമാനമെടുത്താൽ അത് സിൻഡിക്കേറ്റിനെ അറിയിക്കുകയും വേണം. ഇതാണ് സ്റ്റാറ്റ്യൂട്ടിലും ആക്ടിലും എല്ലാം എഴുതി വെക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനെല്ലാം മറികടന്ന് എടുത്ത തീരുമാനമാണ് ഹൈക്കോടതി ഇന്നലെ ചവറ്റുകുട്ടയിൽ തള്ളുകയും ചെയ്തത്. വീണ്ടും ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോകുമോ, വീണ്ടും ഒരു തിരിച്ചടി കോടതിയിൽ നിന്ന് നേരിടേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. അതാണ് ഈ നിയമോപദേശം കിട്ടിയാൽ പോലും ഇനി എന്താണ് അടുത്ത നടപടി എന്ന് കാത്തിരിക്കുകയും ചെയ്യുക. ഏതായാലും ഈ 3 സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ ഈ ചാൻസലറുടെ ഭാഗത്തു നിന്നും വി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ ഇടയുള്ളത്, അല്ലേ?
തീർച്ചയായും ഇതിന്റെ മൂന്നിന്റെയും നിയമവശങ്ങളാണ് നിലവിൽ ഏതായാലും ചാൻസലർ പരിശോധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് അദ്ദേഹം തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയത്. ഗവർണർ മടങ്ങിയെത്തിയതിനു ശേഷം ഈ റിപ്പോർട്ട് VC ഡോക്ടർ സിസ തോമസ് നൽകിയ റിപ്പോർട്ട് പരിശോധിച്ചു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതിന്റെയൊക്കെ നിയമോപദേശം കൂടി തേടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ ഏത് തീരുമാനമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയാൽ തിരിച്ചടി ഉണ്ടാകാത്ത ഒരു നടപടി ആയിരിക്കണം എടുക്കേണ്ടത് എന്നുള്ളതാണ് നിലവിൽ ചാൻസലർ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തീരുമാനത്തിലെത്തിയാൽ ഉടൻ തന്നെ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെ അറിയിക്കുന്നതായിരിക്കും. സിസ തോമസ് ആയിരിക്കും അതിൽ ഉള്ള തുടർ നടപടി കൈക്കൊള്ളുക.